സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് പ്രൗഢോജ്വല സ്വീകരണം നൽകി കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 28-ന് മംഗലാപുരത്താണ് ജാഥ സമാപിക്കുന്നത്. മൊമെന്റോ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന് നൽകുകയാണ്. ഡിസംബർ 19-ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് സമസ്തയുടെ ജന്മസ്ഥലം കൂടിയായ കോഴിക്കോട് നൽകിയത്. മന്ത്രി മുഹമ്മദ് റിയാസ് സ്വീകരണം ഉദ്ഘാടനം ചെയ്തു. പിറവി കൊണ്ട നാട്ടിലേക്കുള്ള ഈ സന്ദേശയാത്ര എല്ലാ നിലയിലും വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഈ മണ്ണിൽ തുടങ്ങി 100 വർഷങ്ങളിലേക്കുള്ള സമസ്തയുടെ ചരിത്രം, കേരളത്തിന്റെ സാമൂഹിക പുരോഗതിയുടെ മതസാഹോദര്യത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായിരുന്നു. 100 വർഷം പിന്നിട്ട സമസ്ത എന്ന ഈ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ കാലത്തെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുന്നതിനോടൊപ്പം വർത്തമാനകാലത്തെ വെല്ലുവിളികളെ തിരിച്ചറിയുന്നതിനോടൊപ്പം നാളുകളിലെ പ്രസ്ഥാനമെടുക്കേണ്ട നീതിയുടെ നിലപാടുകളെക്കുറിച്ചും നാടിന്റെ ഐക്യത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള വ്യക്തമായ സന്ദേശങ്ങൾ നൽകിയാണ് കടന്നുപോരുന്നത്. വിഭാഗീയത രൂക്ഷമായ സമസ്തയിൽ ഐക്യത്തിന് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ജിഫ്രി തങ്ങളുടെ മറുപടി പ്രസംഗം. നമ്മളിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളുണ്ടല്ലോ, സത്യം മാത്രമേ നമ്മളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ. അസത്യം പറഞ്ഞുകൊണ്ട് നമ്മൾ സംഘടന വലുതാക്കേണ്ട ആവശ്യമില്ല. സമസ്തയുടെ ജമീയത്തുലമയെ അവിടെ വലുതാക്കാൻ വേണ്ടി, അതിനിവിടെ വളർത്താൻ വേണ്ടി അസത്യം നമ്മൾ പറയാൻ പാടില്ല. സത്യം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. നമ്മൾ വിശ്വാസതയ്ക്ക് തകരാറ് പറ്റുന്നതായ ഒരു കാര്യം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഫെബ്രുവരിയിൽ കാസർഗോഡ് കുണിയയിൽ വെച്ച് നടക്കുന്ന 100ാം വാർഷികാഘോഷങ്ങളുടെ പ്രചരണാർത്ഥമാണ് ശതാബ്ദി സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. മീഡിയ 1 കോഴിക്കോട്.